ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. ഡിഗ്രി തല തസ്തികകളിൽ 2026 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തസ്തികകളിൽ ഒന്നാണ് സെക്രട്ടറി LSGI. LSGI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് മുൻപ് നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി എന്നും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നും മുനിസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റുകളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒന്നായി മാറിയപ്പോൾ ഇവയ്ക്കായി വരുന്ന ഒരു കോമൺ നോട്ടിഫിക്കേഷനാണിത്. ഇത് ഡിഗ്രി തല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യാലിറ്റിയായി കരുതുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. കാരണം ഇത് സബോർഡിനേറ്റ് സർവീസ് അല്ല, ഇത് സ്റ്റേറ്റ് സർവീസാണ്, ഗസറ്റഡ് കേഡറാണ്. ഡിഗ്രിയാണ് യോഗ്യത എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നിലവിൽ ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് ഉണ്ട്. നമുക്കറിയാം, 2025 ജൂലൈയിലാണ് ആ ലിസ്റ്റ് നിലവിൽ വന്നത്. 30/7/2028 വരെ ഈ ലിസ്റ്റിന് കാലാവധിയുണ്ട്. പുതിയ ലിസ്റ്റ് രൂപം കൊള്ളേണ്ടത് 31/7/2028 മുതലുള്ള പ്രാബല്യത്തിലാണ്. അതായത് ഈ ഡേറ്റിലാണ് പുതിയ ലിസ്റ്റ് നിലവിൽ വരേണ്ടത്. നിലവിൽ ഈ തസ്തികയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സാമാന്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു അഡ്വൈസ് നടന്നിട്ടുണ്ട്. 179 അഡ്വൈസാണ് നടന്നിരിക്കുന്നത്. 30/1/2026 വരെയുള്ള കണക്കാണ്. ഇപ്പോൾ 21/2/2026 വരെ 10 വേക്കൻസികൾ അഡ്വൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ 179 + 10 189 അഡ്വൈസ് ആയിരിക്കുന്നു. ഒരു ഗസറ്റഡ് തസ്തികയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉയർന്ന ഒരു സംഖ്യ തന്നെയാണ്. പിന്നെ നമുക്കറിയാം, LSGI സെക്രട്ടറിക്ക് വേണ്ടിയുള്ള ആദ്യ നോട്ടിഫിക്കേഷനാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. അവിടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. 49.7352 ആയിരുന്നു. 49 സംതിങ് വന്ന ഒരു കട്ട് ഓഫാണ് പ്രിലിമിനറിക്ക് വന്നത്. മെയിൻസ് വന്നപ്പോൾ 95.66 ആയി എന്ന് കരുതി നിങ്ങൾ ഞെട്ടേണ്ട കാര്യമില്ല. അത് 100 മാർക്കിലല്ല, 200 മാർക്കിലാണ്. അപ്പോൾ 200-ൽ 50% താഴെയാണ് കട്ട് ഓഫ് വന്നത്. 200 മാർക്കാണ്. 2 പേപ്പർ ഉണ്ടായിരുന്നു ഫൈനൽ പരീക്ഷയ്ക്ക്. അതിൽ 95.66 കട്ട് ഓഫ് ആയി വന്നത്. അതായത് 95.66 മുകളിലുള്ളവർ ലിസ്റ്റിൽ കടന്നു എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ എപ്പോൾ പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ 2026 നവംബറിലോ ഡിസംബറിലോ ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഈ തസ്തികയെ സംബന്ധിച്ചിടത്തോളം യോഗ്യത ഡിഗ്രിയാണെന്ന കാര്യം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഏത് ബ്രാഞ്ചിലുള്ള ഡിഗ്രി ആയാലും മതി. നിങ്ങൾ ബിടെക്കുകാരനാണെങ്കിലും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഡിഗ്രി, ഇപ്പം നഴ്സിംഗിലുള്ള ഡിഗ്രി, ഏത് ഡിഗ്രി ആയാലും മതിയാകും. ഇവിടെ ഏജ് ലിമിറ്റ്, പുതുക്കിയ ഏജ് ലിമിറ്റിൽ തന്നെ ആയിരിക്കും ഈ നോട്ടിഫിക്കേഷൻ വരിക. 18-40 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉദ്യോഗാർത്ഥി 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവരാണ്. നമ്മൾ ആരുടെ കാര്യമായി പറയുന്നത്? ഫോർവേഡ് കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ആകുമ്പോൾ 18 മുതൽ 43 വരെ വരും. അവിടെ 2/1/1983 മുതൽ 1/1/2008 വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇനി SC/ST നിന്ന് കൺവെർട്ട് ചെയ്ത് മറ്റ് സമുദായങ്ങളിലേക്ക് പോയവർ, അവരെ സംബന്ധിച്ച് 18-45 സാധാരണ പ്രായം. അവർക്ക് 2/1/1983 അല്ല വരിക, 80 അതുപോലെ തന്നെ 1/1/2008 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ഇതിൽ തന്നെ നമ്മുടെ ജനറൽ കണ്ടീഷൻസിൽ SC/STക്ക് വേണ്ടി ഒരു പ്രത്യേക രീതി പറയുന്നുണ്ട്. ഡിഗ്രി തല തസ്തികയാണെങ്കിൽ ആ തസ്തികയ്ക്ക് ഇപ്പോൾ ആംഡ് ഫോഴ്സിനെയൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള തസ്തികകൾക്ക് SC/ST അല്ലെങ്കിൽ കൺവെർട്ട് ചെയ്ത വിഭാഗത്തിന് 50 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തസ്തികയ്ക്കും SC/STക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യുവാൻ കഴിയും. പിന്നെ നമ്മൾ PHനെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ, അതായത് പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് 50 വയസ്സ് വരെ ഇപ്പോൾ പുതിയ പ്രായപരിധി അനുസരിച്ച് അയക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇതിൻ്റെ വളരെയധികം നമ്മളെ ആകർഷിക്കുന്നൊരു ഘടകം ഇതിൻ്റെ സാലറി സ്കെയിലാണ്. ഗസറ്റഡ് കേഡറാണ്. 51,400 1,10,300 എന്ന സാലറി സ്കെയിലാണ്.
നമുക്കറിയാം ഇപ്പോൾ 51,400 രൂപ ഇപ്പോൾ സർവീസിൽ കയറുന്ന ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ സംബന്ധിച്ച് 51,400, 35% ഇപ്പോൾ DA, 17,990, HR 5,140. ഞാനതിൻ്റെ ഒരു ശരാശരി എടുത്തിരിക്കുകയാണത്, 10% വെച്ച് കണക്കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 3,00,000 74,440 രൂപയുടെ ഒരു ഗ്രോസ് സാലറിയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ നിന്ന് പിന്നെ പെൻഷൻ കോൺട്രിബ്യൂഷനൊക്കെ പോകും കേട്ടോ, 10%. എങ്കിലും 74,440 രൂപയുടെ ഗ്രോസ് സാലറി ലഭിക്കുന്ന ഒരു തസ്തികയാണിത്. പിന്നെ നമുക്കറിയാം ഈ തസ്തിക എന്ന് പറയുമ്പോൾ ഇതിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ശമ്പള പരിഷ്കരണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 മാസത്തിനകം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഈ തസ്തികയുടെ സാലറി സ്കെയിലൊക്കെ തന്നെ വല്ലാതെ മുന്നോട്ട് കുതിക്കും. എനിക്ക് തോന്നുന്നു ഒരു 85,000-ത്തിന് മുകളിലേക്ക് ഗ്രോസ് സാലറി എത്തുന്നൊരു സാഹചര്യവും അപ്പോൾ ഉണ്ടാകും. പിന്നെ ഇതിന് സാമാന്യം മെച്ചപ്പെട്ട പ്രൊമോഷൻസ് തന്നെയുണ്ട്. സെക്രട്ടറി LSGയെ സംബന്ധിച്ച് പിന്നീട് ഇപ്പോൾ സെക്രട്ടറി LSGA എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് മുനിസിപ്പൽ സെക്രട്ടറിയായി പ്രൊമോഷൻ ലഭിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക്, പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സെക്രട്ടറി, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ വരെയുള്ള പോസ്റ്റുകളിലേക്ക് പ്രൊമോഷൻ ഉറപ്പാക്കുന്ന ഒരു തസ്തികയാണിത്. കാരണം നമ്മൾ നേരിട്ട് ഒരു ഗസറ്റഡ് കേഡറിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസിലേക്ക് കയറുകയാണ്. ഇപ്പോൾ സബോർഡിനേറ്റ് സർവീസിലാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി നമ്മൾ സ്റ്റേറ്റ് സർവീസിലെത്തുമ്പോൾ നമ്മുടെ സർവീസിൻ്റെ അവസാന കാലഘട്ടമാകും. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് സർവീസിലേക്ക് നേരിട്ടുള്ള ഒരു എൻട്രി നമുക്ക് ലഭിക്കുകയാണ്. അത് വളരെ പ്രയോജനകരമാണ്. പിന്നെ ഇതിൻ്റെ ഡ്യൂട്ടീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു പേടിയുണ്ടാകാറുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, അവിടുത്തെ ഏറ്റവും ഉയർന്ന ഓഫീസറാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് പ്രവർത്തിക്കണം. അവിടെ ഒരു ഇലക്റ്റഡ് കൗൺസിൽ ഉണ്ടാകും. ആ കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കണം. സ്റ്റാഫിനെ സൂപ്പർവൈസ് ചെയ്യണം. ഓഫീസ് ഡിസിപ്ലിനും വർക്ക് ഫ്ലോയും മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. അതുപോലെ ലൈസൻസ്, പെർമിറ്റ്സ്, സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, അവ ഇഷ്യൂ ചെയ്യുക. ഇതൊക്കെയാണ് ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ സംബന്ധിച്ചുള്ള പ്രമുഖ ചുമതലകൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നാണ്. എന്തായാലും അത് ഈ വർഷം വരില്ല. അപ്പോൾ നമുക്ക് ഈ വർഷം PSCയിൽ നിന്ന് ഡിഗ്രി തലത്തിൽ കിട്ടുന്ന ഗസറ്റഡ് കേഡറിൽ കിട്ടുന്ന ഒരു തസ്തിക പഞ്ചായത്ത് സെക്രട്ടറി തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. നിങ്ങളിപ്പോൾ തന്നെ നമുക്കറിയാം അനേകം ഡിഗ്രി തല തസ്തികകൾക്ക് വേണ്ടിയുള്ള പരീക്ഷ ഇപ്പോൾ മെയ് മാസത്തിലൊക്കെ നടത്തപ്പെടുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ കൺഫർമേഷനൊക്കെ കൊടുക്കാനുള്ള അറിയിപ്പൊക്കെ വന്നു കഴിഞ്ഞൊരു സമയമാണ്. ആക്റ്റീവായിട്ട് അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനം ഒരു പക്ഷേ നിങ്ങളെ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അപേക്ഷകനാക്കുകയും ഈ തസ്തികയിലേക്കുള്ളൊരു പ്രവേശനത്തിന് കാരണമാവുകയും ചെയ്തേക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനുവേണ്ടി എല്ലാവരുടെയും ശ്രമം ഉണ്ടാകട്ടെ. എല്ലാവർക്കും വിദ്യാശംസകൾ. ഗുഡ് ബൈ.